ആന്റി ആന്റി എന്തേ? ആന്റി വാടക പൈസ തരാൻ വന്നതാ. വാടക പൈസയാ? നിന്നെ സ്കൂളിൽ പോത്തത്? എല്ലാവർക്കും പഠിത്തമുണ്ടല്ലോ. ആന്റി വാടക പൈസയിൽ ഒരു 200 രൂപ കുറവുണ്ട് ട്ടോ. 200 രൂപ കുറവാ? അതായിരിക്കും അച്ഛൻ പൈസ കൊണ്ട് വരാത്തല്ലേ? എന്റെ അച്ഛൻ വീട്ടിലുണ്ടോ? ഉണ്ട് ആന്റി. ബാക്കി എന്റെ അച്ഛനോട് സംസാരിച്ചേക്ക്, ഞാൻ പോവാ. നിങ്ങൾ കണ്ടോ വാടക പൈസ കൊണ്ട് തന്നേക്കണേ? 200 രൂപ കുറവാ അതില്. അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. അവർക്ക് എന്താ ആവശ്യം? വാടക പൈസ കൃത്യമായിട്ട് തന്നേ. എനിക്കാണെങ്കിൽ പുള്ളിക്ക് ഈ മാസം ബസ് ഫീസ് കൊടുക്കാൻ കിടക്കണ്ടേ. എന്റെ കാര്യങ്ങൾ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. അതിനൊക്കെ എനിക്ക് പൈസ വേണം. അവർ ഇതുവരെയായിട്ടും വാടക മുടക്കിയിട്ടുണ്ടാവും. എന്നിട്ട് ഈ പ്രാവശ്യം എന്താ മുടക്കിയ? 200 രൂപയുടെ കുറവാ ഇതിൽ കാണിക്കണത്. ഞാൻ പോയിട്ട് വരട്ടെ, ഞാൻ പോയി മേടിച്ചോണ്ടിരാ പൈസ. ചേട്ടോ ചേട്ടോ, നീ ക്ലാസ്സിലൊന്നും പോയില്ലേ? മടിയായി തുടങ്ങിയാ? മടിയായിട്ടല്ല, മോൾക്ക് ബസ് ഫീസ് കൊടുത്തില്ല, പിന്നെ യൂണിഫോമിന്റെ പൈസയും കൊടുത്തിട്ടില്ല. 200 രൂപ 2 ദിവസം കഴിഞ്ഞിട്ട് തരാട്ടോ, മറന്നതല്ല. എന്താ കാലിന് പറ്റിയത്? പണിസൈഡിൽ വെച്ചൊന്ന് വീണതാ, ചെറിയ പൊട്ടലുണ്ട്. പൈസ വാങ്ങാൻ വന്നാണോ? അല്ല, ഈ വഴി പോയപ്പോ വെറുതെ കയറിയതാ. പൈസ ഉള്ളപ്പോ തന്നാ മതി. തുള്ളിച്ചാടി പോയിട്ട് 200 കിട്ടിയാ? അവരുടെ കാര്യം കുറച്ച് കഷ്ടത്തിലാട്ടായി. ആ ചേട്ടൻ പണിസൈറ്റിൽ വീണിട്ടേ കാലിന് പൊട്ടലുണ്ട്. ആ മോളാണ് സ്കൂളിൽ പോയിട്ട് കുറെ ദിവസമായി. അതിന്റെ യൂണിഫോമും തയ്ച്ചിട്ടില്ല, ബസ് ഫീസും കൊടുത്തിട്ടില്ല എന്നാ പറഞ്ഞു. ഞാൻ ആ പൈസ ഒരു 1000 രൂപ അവർക്ക് കൊടുത്തോട്ടേട്ടായി. അതിനെന്താ കൊടുത്തോ? മോളെ എന്താ ആന്റി? മോളെ പൈസ അച്ഛന് കൊടുത്തരേട്ടാ. അയ്യോ വേണ്ട ആന്റി. മോളിത് പിടിച്ചോ, പൈസ പിടിച്ചോ. ഇത് മോളൊക്കെ തന്നെ വാടകയുടെ പൈസ തന്നെയാട്ടോ. നാളെ അതിൽ സ്കൂളിൽ പോണം, യൂണിഫോം വാങ്ങണം കേട്ടോ. നല്ല മിടുക്കിയായിട്ട് പഠിക്കണം കേട്ടാ.